ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ യൂട്യൂബേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് അല്ലേ. അപ്പോൾ അതെങ്ങനെ അറിയാമെന്നുള്ള വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം സെർച്ച് ബാർ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ കാണുന്ന യൂട്യൂബ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആവും ഓപ്പൺ ആയി വരിക. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് ലൈന് ടച്ച് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്ത് വെക്കണേ. ശേഷം മുകളിലായിട്ട് നമ്മുടെ ചാനൽ ഐക്കൺ കാണും, അതൊന്ന് ടച്ച് ചെയ്ത് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ചാനൽ പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മുടെ ചാനൽ ഐക്കണിൻ്റെ തൊട്ട് താഴെയായിട്ട് ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണുന്നതെങ്കിൽ അത് ക്ലോസ് കൊടുക്കുക. ഇപ്പോൾ ഇതാണ് നമുക്ക് ചാനലിൻ്റെ ആവശ്യമായിട്ടുള്ളൊരു പേജ്, ചാനൽ ഹോം പേജാണിത്. ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നമുക്ക് വന്നിട്ട് ലൈക്കും കമൻസും എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഒപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തത് ആരൊക്കെയാണെന്നും എത്ര പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ സെൻട്രലായിട്ട് താഴെ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളവിടെ താഴെ സി ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഭാഗം കാണാം. ഇതിപ്പോൾ എൻ്റെ ന്യൂ ചാനലാണ്, ഇത് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിലവിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഇനി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എനിക്കിതിൽ കാണാൻ പറ്റുന്നില്ല. അവരെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കാണാൻ പറ്റില്ല. ഹൈഡ് ചെയ്ത് വെക്കാത്തവരെ മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തത് ആരൊക്കെയാണെന്നും ഏത് ഡേറ്റിനാണ് അവർ സബ്സ്ക്രൈബ് ചെയ്തെന്നുള്ളതും അവരുടെ സബ്സ്ക്രൈബ് കൗണ്ട് എത്രയാണെന്നൊക്കെ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ആക്ഷൻ എന്നുള്ള ഭാഗത്തായിട്ട് നമ്മൾ അവരെ നമ്മുടെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അൺസബ്സ്ക്രൈബ് എന്നും, നമ്മളെ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് എന്ന് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഇത് ലാസ്റ്റ് 90 ഡേയ്സിന് ശേഷമുള്ള ലിസ്റ്റാണിത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ചിഹ്നത്തിൽ പ്രസ് ചെയ്താൽ ലാസ്റ്റ് 7 ഡേയ്സ്, ലാസ്റ്റ് 28 ഡേയ്സ്, ലാസ്റ്റ് 90 ഡേയ്സ്, ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ലാസ്റ്റ് 90 ഡേയ്സാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 90 ഡേയ്സിന് ശേഷം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എനിക്ക് കാണാൻ പറ്റും. ഇനി താഴെയായിട്ട് പെർ പേജ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ 10, 30, 50 അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഞാൻ 30 സെലക്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ഇതിൽ എന്നെ 30 പേര് വീതം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തവരെ കാണാൻ പറ്റും. 30 പേരെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തവരെ കാണാൻ പറ്റും. ഹൈഡ് ചെയ്ത് വെക്കാത്ത എല്ലാവരെയും നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവരെ അറിയാനുള്ള വഴി ഇങ്ങനെയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഹൈഡ് ചെയ്ത് വെക്കാമെന്നുള്ളതിലോട്ട് പോവാം. അതിനായി ഈ പേജ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചാനലിൻ്റെ പേജ്. ഇതിലോട്ട് എത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വഴിയിലൂടെ നമുക്കിവിടെ വന്നാൽ മതിയാവും. അപ്പോൾ ഇതിൽ യൂട്യൂബിൽ നിന്ന് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെറ്റിങ്സ്, അക്കൗണ്ട്, നോട്ടിഫിക്കേഷൻ, പ്ലേ ബാക്ക് ആൻഡ് പെർഫോമൻസ്, ഡൗൺലോഡ്സ്, പ്രൈവസി, അതിൽ പ്രൈവസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നമുക്ക് ഓപ്പണായി വരിക. ഇതിൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗമാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇതിപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് കളറിലാണ് എൻ്റെ കിടക്കുന്നത്, ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഇത് ബ്ലൂ കളറിലാണെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചു എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. ഹൈഡ് ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് വെച്ചാൽ പറ്റില്ല. അപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നമ്മളെ കാണാൻ പറ്റും. ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആർക്കും നമ്മളെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചാനൽ സബ്സ്ക്രിപ്ഷൻ ഹൈഡ് ചെയ്ത് വെക്കുന്നതും ഇങ്ങനെയാണ്. നമ്മൾ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതും ഇങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.